നമസ്കാരം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഒരു അട്ടിമറിയാണ് ഞാൻ കാണുന്നത് എന്നുള്ള കാര്യം. അതായത് ഇന്നലെ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട ബോയിങ് 787-A1 വിമാനം ഒരു അട്ടിമറിയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള കാരണങ്ങളും പറഞ്ഞിരുന്നു. അതായത് ഈ വിമാനത്തിനുള്ളിൽ ഏതോ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ബോംബ് വെച്ച് തകർത്തിട്ടുണ്ടാകാം എന്നാണ് ഞാൻ പലതരത്തിൽ വിശകലനം ചെയ്തതിന് ശേഷം പറഞ്ഞത്. ബിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഏക വ്യക്തിയാണ് അത്ഭുതകരമായി ഈ വിമാനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടത്. എമർജൻസി ഡോറിലൂടെ ചാടി അദ്ദേഹത്തിന് പരിക്കേറ്റെങ്കിലും അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. 241 പേരും ആ വിമാനത്തിലുണ്ടായവർ മരിച്ചു. കംപ്ലീറ്റ് ഒറ്റയടിക്ക് കത്തി നശിച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സ്ഫോടനമുണ്ടായ അതിനുശേഷം ഉണ്ടായിട്ടുള്ള കത്തലിൽ, അതായത് കത്തൽ എന്ന് പറഞ്ഞാൽ 1,25,000 ലിറ്റർ ഇന്ധനം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ ഇന്ധനം 1,25,000 ലിറ്റർ ഇന്ധനം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ കത്തിത്തീരും. അങ്ങനെയുള്ള വിമാനത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു, സ്ഫോടനമുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തത് ഇന്ന് ജീവനോടെ ഉള്ള ബിശ്വാസ് കുമാറാണ്. ബിശ്വാസ് കുമാർ ചാടി രക്ഷപ്പെട്ടത് അത്ഭുതകരം തന്നെയാണ്. അദ്ദേഹം ഈ വിമാനം താഴേക്ക് പതിച്ച് മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിന് മുകളിൽ ഇടിച്ചു കയറുമ്പോൾ അതിന് മുമ്പായി ചാടി രക്ഷപ്പെട്ടതാണ് ഭാഗ്യത്തിന്. അതല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ജീവനോടെ ഉണ്ടാവില്ല. ഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെട്ടതാണ്. അദ്ദേഹമാണ് നമ്മുടെ മുന്നിലുള്ള സാക്ഷി. അദ്ദേഹം പറയുന്നു ഈ വിമാനത്തിനുള്ളിൽ സ്ഫോടനമുണ്ടായിരുന്നു. ഈ കാര്യം വളരെ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതായിരുന്നു എല്ലാവരും തന്നെ. പക്ഷേ ഈ നിമിഷം വരെ അതിന് വലിയ ഗൗരവമൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് പ്രധാനമന്ത്രി സ്ഥലത്ത് വന്ന് ആ സ്ഥലത്തെ രംഗങ്ങളെല്ലാം കണ്ടു. ബിശ്വാസ് കുമാറിനെയും കണ്ടു. അവിടെ പരിക്കേറ്റുള്ള ആൾക്കാരെ കണ്ടു. അവിടെ ഉണ്ടായിട്ടുള്ള ഹൃദയഭേദകമായ രംഗം കണ്ട് അദ്ദേഹത്തെ കണ്ണിൽ നിന്ന് കണ്ണീര് വീണു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അത്രയ്ക്കും വിഷമം അദ്ദേഹത്തിനുണ്ടായി. എന്തായാലും ഇതൊരു സാധാരണ ഒരു അപകടമല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എയർ ഇന്ത്യയുടെ A1 ഡ്രീം ലൈനർ വിമാനത്തിൽ എല്ലാ സുരക്ഷാ സംവിധാനമുള്ള ഒരു ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റ് ഒരു കാരണവശാലും ഒരു അപകടത്തിൽ പെട്ട് പോവുക പ്രയാസമാണ്. പ്രത്യേകിച്ചും ഇത് ടേക്ക് ഓഫ് ചെയ്ത് വിമാനം പറക്കണമെങ്കിൽ ആ എൻജിൻ രണ്ടും പ്രവർത്തിക്കണം. എൻജിൻ പ്രവർത്തിക്കാതെ എന്തായാലും ടേക്ക് ഓഫ് ചെയ്യില്ല. പിന്നെ പറന്ന് ഉയർന്ന ശേഷം വെറും അധികം സമയം എടുത്തില്ല, 5 മിനിറ്റ് പോലും എടുത്തില്ല. അതിന് മുമ്പ് തന്നെ ഈ അപകടമുണ്ടായി. ഒരു 5 സെക്കൻഡ് കൊണ്ടാണ് താഴേക്ക് പതിച്ചത്. വെറും 5 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് പതിച്ച് താഴേക്ക് പതിക്കുന്നതിനിടയിലാണ് ബിശ്വാസ് കുമാർ അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ വിമാനത്തിനുള്ളിൽ ഈ വിമാനം എങ്ങനെ അപകടമുണ്ടായി. ഒരു തരത്തിൽ അപകടമുണ്ടാകാവുന്ന ഒരു സാഹചര്യം കാണുന്നില്ല. കാരണം ടേക്ക് ഓഫ് ചെയ്ത് പറക്കണമെങ്കിൽ തീർച്ചയായും വിമാനത്തിൻ്റെ എല്ലാം കറക്റ്റായി നടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ആകെ പറഞ്ഞത് അതിൻ്റെ ചക്രങ്ങൾ താഴേക്ക് ഇറങ്ങി നിന്ന ചക്രങ്ങൾ മുകളിലേക്ക് കയറിയിട്ടില്ല. അത് ഒരു ഘട്ടം കഴിയുമ്പോഴാണ് നമ്മൾ വിമാനം കയറി മുകളിലേക്ക് ഉയർന്ന് ഒരു പ്രത്യേക ഘട്ടം വരുമ്പോഴാണ് അത് ഉള്ളിലേക്ക് കയറ്റുക. സ്വിച്ച് ഇട്ടാൽ താനെ കയറും. എന്നാൽ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇലക്ട്രോണിക് സംവിധാനങ്ങളും തകരാറിലായിരുന്നു എന്നാണ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് ഉണ്ടാകുന്ന റിപ്പോർട്ട്. ഈ വിമാനം വന്നത് തന്നെ തലേ ദിവസം പാരീസിൽ നിന്ന് ഡൽഹിയിലെത്തുന്നു. ഡൽഹിയിൽ നിന്ന് രാവിലെ 10 മണിക്ക് പുറപ്പെട്ട് 11:10 അഹമ്മദാബാദ് എയർപോർട്ടിലെത്തുന്നു. അഹമ്മദാബാദിൽ നിന്ന് 1:38 ഈ ഫ്ലൈറ്റ് പറന്നുയരുന്നത്. ആ പറന്നുയരുന്ന സമയത്ത് കൃത്യമായി എൻജിനുകൾ പ്രവർത്തിച്ചുകൊണ്ടല്ലേ മുകളിലേക്ക് വരുന്നത്. ആ മുകളിലേക്ക് വരുന്ന സംഭവം പിന്നീട് എങ്ങനെയാണ് മെയ്ഡ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പൈലറ്റ് കൃത്യമായി ഇൻഫർമേഷൻ കൊടുക്കുന്നു. പിന്നെ യാതൊരു കണക്ഷനുമില്ല. അപ്പോൾ അതിനുള്ളിൽ ഉണ്ടായിട്ടുള്ള സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിശ്വാസ് കുമാർ പറഞ്ഞ കാര്യങ്ങളും ഏറ്റെടുക്കുമ്പോൾ പൈലറ്റിൻ്റെ റൂമിൽ വെച്ചായിരിക്കാം, അതായത് മുന്നിലുള്ള കോക്പിറ്റിൽ വെച്ചിട്ടായിരിക്കാം ഈ സ്ഫോടനം ഉണ്ടായിരിക്കുക. ആ സമയത്തായിരിക്കാം ഇതിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ജീവനക്കാരനായിരിക്കാം ഇതിൻ്റെ ഒരു ഏജൻ്റായി, ഭീകരനായി അല്ലെങ്കിൽ ചാവേറായി പ്രവർത്തിച്ചിട്ടുണ്ടാവുക. ആ ചാവേർ സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കാം.
അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് എങ്ങനെ ഇതിനുള്ളിലേക്ക് കയറി വന്നു എന്നൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയാണോ അല്ലെങ്കിൽ നമുക്കറിയില്ല. നമുക്ക് ബ്ലാക്ക് ബോക്സും റെക്കോർഡറും എല്ലാം കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ബോക്സ് എന്ന് കിട്ടിയതോട് കൂടിയിട്ട് അതിനകത്തുള്ള എല്ലാ വിവരങ്ങളും കിട്ടും. ആ ബ്ലാക്ക് ബോക്സിൽ എന്താണ് നടന്നതെന്ന് പറയും. പക്ഷേ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ വിശ്വാസ് കുമാറിനെ വിലക്കെടുക്കുമ്പോൾ ക്രൈം ഇന്നലെ വെളിപ്പെടുത്തിയ വീഡിയോയിൽ പറഞ്ഞ കാര്യം സത്യമാണെന്ന് തന്നെ വെളിപ്പെടുന്നു. അതായത് ഒരു അട്ടിമറിയാണിത്. ഇതിൽ കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെയോ അല്ലെങ്കിൽ ഖാലിസ്ഥാൻവാദികളുടെയോ കൈയുണ്ടാവാം. നേരത്തെ ഈ 19-ാം തീയതി ഇന്ത്യയിലെ എല്ലാ എയർ ഇന്ത്യയുടെ വിമാനങ്ങളും ബോംബ് വെച്ച് തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തായ്ലൻഡിൽ വെച്ചിട്ട് ബോംബ് ഭീഷണിയുണ്ടായി. എയർ ഇന്ത്യ വിമാനം, ഡ്രീം ലൈനർ വിമാനം താഴേക്ക് ഇറക്കേണ്ടി വന്നു. അതുപോലുള്ളൊരു സംഭവമാണ് 19-ാം തീയതി പറഞ്ഞെങ്കിലും ഇന്ത്യ അത് വിലക്കെടുത്തിരുന്നില്ല. പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ, ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്താണെന്ന് പഠിക്കേണ്ടത്. നമുക്കറിയാം, തുർക്കിയിലുള്ളൊരു കമ്പനിയാണ് ഇവിടെ ഗ്രൗണ്ട് വർക്കെല്ലാം ചെയ്തിരുന്നത്. അവരായിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നത്. അവർക്ക് പെട്ടെന്ന് അവരെ പിടിച്ച് ഒഴിവാക്കി. തുർക്കി പാകിസ്ഥാനെ സഹായിക്കുന്നു എന്ന നിലയിൽ തുർക്കിയെ ഒഴിവാക്കേണ്ടി വന്നു. അവർ ഡൽഹി ഹൈക്കോടതി പോയെങ്കിലും കോടതി പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളിൽ സഡനായിട്ട് തീരുമാനമെടുത്തതിൽ പല അപകടങ്ങളും ഉണ്ടാകും, അവർക്ക് വേണേൽ പലതരത്തിൽ പാര വയ്ക്കാൻ പറ്റും. ഇതേപോലെ എന്നാൽ ബോംബെ ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? ബോംബെ ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെ ഇത് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു കരാറിലുള്ള ഒരു കമ്പനിയെ എങ്ങനെയാണ് പെട്ടെന്ന് ഒഴിവാക്കാണ്ട് സ്റ്റേ ചെയ്തു. ഒരു ഹൈക്കോടതി സ്റ്റേ ചെയ്തു, ഒരു ഹൈക്കോടതി എതിരായും വിധി വന്നു. ഡൽഹി ഹൈക്കോടതിൻ്റെ വിധി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വിമാനത്തിനുള്ളിൽ പല തകരാറുണ്ടാക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ള അവരാണ് ഈ സാധനങ്ങളൊക്കെ കയറ്റുന്നത്. ആ സാധനങ്ങൾ ഉള്ളിൽ കയറ്റുന്ന കമ്പനിക്ക് തീർച്ചയായും അത് വലിയ തോതിൽ അട്ടിമറികൾ സൃഷ്ടിക്കാൻ പറ്റും. ആ വിധത്തിലാണോ ഇനി ഖലിസ്ഥാൻവാദികളാണോ? അതല്ല, നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം പാകിസ്ഥാൻ തന്നെ ചാരന്മാരെ നിശ്ചയിച്ചാണോ, ISI ചാരന്മാരെ നിശ്ചയിച്ചാണോ, അത് ചാവേറാണോ ഇതിന് പിന്നിലുള്ളതെന്ന് പറയാൻ പ്രയാസമാണ്. എന്തായാലും ഇവിടെ ഒരു വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ അട്ടിമറി വഴി 241 അതിനുള്ളിലുണ്ടായിരുന്ന ആളുകളെ മാത്രമല്ല, 242 പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാക്കി 241 പേർ എല്ലാം കത്തിക്കഴിഞ്ഞു. അവിടുത്തെ മുഖ്യമന്ത്രി, പഴയ മുഖ്യമന്ത്രി അടക്കം മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തമുണ്ടായതിൽ പ്രധാനപ്പെട്ട പറയേണ്ടത്. മലയാളികളായി 2 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, ഒരാളുടെ പേര് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കരുതേണ്ട കാര്യം, 50ഓളം പേർ ഇപ്പോൾ അവിടെയുള്ള ആളുകൾ മരിച്ചു. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളടക്കം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന ആളുകളിൽ, ഹോസ്റ്റലുണ്ടായിരുന്ന ആളുകൾ ഏകദേശം 50ഓളം പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം. കാരണം ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് ഇടിച്ചു കയറി അവിടെ എല്ലാം തകർന്നു തരിപ്പണം. ഇന്ന് നരേന്ദ്രമോദി വന്ന് സന്ദർശിച്ച ആ രംഗങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു അട്ടിമറിയുണ്ട്. സ്ഫോടനം നടന്നിട്ടുണ്ട്. അത് ബോംബ് വെച്ചിട്ടാണ് സ്ഫോടനം നടന്നതാണോ, മറ്റു തരത്തിൽ ബോംബ് നടന്നതാണോ നമുക്കറിയില്ല. എന്തായാലും ഇതൊരു ചാവേറായിരിക്കണം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. അതിൻ്റെ ഉള്ളിലെ ജീവനക്കാരനായിരിക്കുമോ അതല്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ട്, പൈലറ്റിൻ്റെ റൂമിൽ നിന്നാണ് ഇത് വലിയ പൈലറ്റ് മെയ്ഡ് ഡേ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് പിന്നീട് കണക്ഷനൊന്നും കിട്ടാത്തതിന് കാരണം എന്താണ്? അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കാം ഈ സംഭവങ്ങൾ, എന്തെങ്കിലും സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ മറ്റു തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കുക. എന്തായാലും ഇതിൽ വലിയ അട്ടിമറി നടന്നു എന്നുള്ള കാര്യം നിർബന്ധമായി സംശയിക്കേണ്ടത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ കപ്പൽ ദുരന്തം എന്ന് പറയുന്നത് ചെറിയ കാര്യമായി കാണരുത്. നമ്മുടെ കൊച്ചിയെ തകർക്കാവുന്ന, ഇന്ത്യയെ തകർക്കാവുന്ന മറ്റൊരു ഭീകര ആക്രമണമായിട്ട് നമുക്ക് കരുതേണ്ടി വരും. ഇതേപോലെയാണ് തുടർന്നിട്ട് ബേപ്പൂരിൽ നടന്ന സ്ഫോടക വസ്തുക്കളുമായി ഉണ്ടായിട്ടുള്ള സംഭവം, കപ്പൽ കംപ്ലീറ്റ് കത്തി നശിച്ചു. പക്ഷേ അതിനുള്ളിലുണ്ടായിരുന്ന മാരകമായ രാസവസ്തുക്കൾ കടലിനടിയിലേക്ക് ഉള്ളിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എറണാകുളത്തുണ്ടായിട്ടുള്ള കണ്ടെയ്നറുകളെല്ലാം പോയിട്ടുള്ളതിൽ അതിൻ്റെ അകത്ത് വളരെ മാരകമായ വിഷവസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ നമ്മളെ നശിപ്പിക്കാൻ ആ വഴിക്കും കഴിയും. നേരിട്ട് ബോംബിട്ട് തകർക്കേണ്ട ആവശ്യമില്ല, മിസൈൽ അയക്കേണ്ട ആവശ്യമില്ല. അതിലപ്പുറത്തേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുക. നമുക്കറിയാം, സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയപ്പോൾ അവർക്ക് വെള്ളം
വെള്ളം കൂടിയാണ് മുട്ടിച്ചത്. ഇവിടെ നമ്മുടെ മത്സ്യസമ്പത്തുകളടക്കം നശിപ്പിച്ച് നമുക്കവിടെ ഇവിടെയുള്ള എല്ലാ തരത്തിലും വസ്തുക്കളെ കൊണ്ടുവന്ന് ഇവിടെ ഇതാക്കിക്കഴിഞ്ഞാൽ വലിയ ഭീകരമായ അവസ്ഥ ഉണ്ടാവും. നമുക്ക് ഈ ഭാഗത്ത് ഇന്ത്യ ഒരു ഭാഗം സൗത്ത് ഇന്ത്യനെ നശിച്ചു പോകുന്ന വലിയ ഭീകരാവസ്ഥ ഉണ്ടായി. കടൽ തീരങ്ങളെല്ലാം തന്നെ വലിയ വിഷം കലർന്ന് മത്സ്യങ്ങളും മറ്റു സമ്പത്തുകളും നശിച്ചു പോകും. അത് മനുഷ്യരിലേക്കും വ്യാപിക്കുന്നൊരു കാര്യമാണ്. മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾക്കൊക്കെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. എന്തായാലും ഈ 3 സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ വലിയ ഭീകരമായ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്ന് നമ്മൾ കരുതണം. ഇതൊന്നും ചെറിയ കാര്യമായി നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് ഏത് ലോകത്തിൽ നിന്ന് വേണമെങ്കിൽ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാലോ, ഡ്രോണുകളൊക്കെ ഉക്രൈൻ വർഷിച്ചിട്ടുള്ള ഡ്രോണുകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് വർഷിച്ചിട്ടുള്ളതെന്നും കൂടി ഓർക്കണം. എന്നിട്ട് അവിടെ 40 വിമാനങ്ങളാണ് റഷ്യയിലെ സൈബീരിയയിൽ പോയി ആ ഡ്രോണുകൾ നശിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിമാന ദുരന്തം ചെറിയതായി കാണാൻ പറ്റില്ല. അതിഭീകരമായ എന്തോ വിപത്ത് വരാൻ പോകുന്നു എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. കാരണം പാകിസ്ഥാനെ അവിടെ പോയി ഇതിന് തിരിച്ച് പാകിസ്ഥാൻ പല വഴിക്കും ഈ ആക്രമണങ്ങൾ നടത്താം. നന്ദി, നമസ്കാരം.